എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിംഗ്, എന്താണ് നിങ്ങളുടെ സ്വഭാവ സവിശേഷത? ആൾക്കാർക്ക് നിങ്ങളിലേക്കൊരു ആകർഷണം തോന്നുന്ന എന്ത് സ്വഭാവ ഗുണമാണ്? ഒരു പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ആക്ച്വലി ശരിക്കും സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെടുന്ന ആ ഒരു സ്വഭാവ ഗുണം എന്താണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല. എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് എന്നോടത്തെ സ്നേഹം? എന്തുകൊണ്ടാണ് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണോ, അതോ എൻ്റെ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും ഗുണമാണോ? കുറേ പേർക്ക് തോന്നാറുണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു സ്വഭാവ സവിശേഷതകളൊന്നുമില്ല എന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ ഈ റീഡിംഗ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. 3 പൈൽസാണ് അവിടെ വെക്കുന്നത്. നിങ്ങളപ്പോൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നിങ്ങൾ നന്നായിട്ടൊന്ന് ധ്യാനിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊരു പൈലിനോടാണോ ഒരു ആകർഷണം തോന്നുന്നത് ആ ഒരു പൈൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ എന്താണ് സോൾ മെസ്സേജ് എന്നും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ പൈൽ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരു പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക, ഒരു പെട്ടെന്നൊരു സംഭവം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലത്തെ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സംഭവം ആ ഒരു വ്യക്തിയുടെ ലൈഫിലെ സംഭവമായിട്ട് ഒരു ചർച്ച വരികയോ അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ള ഒരു സന്തോഷം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ് നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ തമ്മിൽ ഒരുപാട് ചേർച്ചക്കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും, ഒരുപാട് പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും, നിങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലോ നിങ്ങൾ വരുമ്പോൾ ഒരു സന്തോഷമാണ് കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്കോ അല്ലെങ്കിൽ ലൈഫിലും എപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സോൾ മെസ്സേജ് എന്ന് പറഞ്ഞാൽ, എല്ലാ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ളൊരു പാത്ത് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടൊരു ഓറ, എനർജി എല്ലാം എല്ലാ വ്യക്തികൾക്കും ഉണ്ട്. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ എന്ത് ക്വാളിറ്റിയാണോ അവർക്ക് ഇഷ്ടപ്പെടുന്നത്, സെയിം ക്വാളിറ്റി മറ്റൊരു ഗ്രൂപ്പിന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പോൾ അതിനർത്ഥം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്നു എന്നർത്ഥമില്ല. പക്ഷേ നിങ്ങളെ വെറുക്കുന്നവരും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു സന്മനസ്സ് നമുക്കുണ്ടാവണം. നമ്മളെ ജഡ്ജ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ തിരുത്താനുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവം എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ എന്ന് വിലയിരുത്തി നമ്മൾ സ്വയം നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളോട് ദേഷ്യം വരുന്നില്ല. ചില സമയങ്ങളിൽ വഴക്കിടുമ്പോൾ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. അതിനർത്ഥം അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല. നിങ്ങൾ തമ്മിലുള്ളൊരു കോൺവെർസേഷനിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു വ്യക്തി എന്നെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, അപ്പോൾ അതെനിക്ക് വിഷമമായി, നിങ്ങളെപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പറഞ്ഞ കാര്യത്തിൽ നിന്നായിരിക്കാം അവർക്ക് വേണ്ട രീതിയിൽ ആ വഴക്കടിക്കുമ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വയം ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തികൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ, നിങ്ങളൊരു രാജ്ഞിയെ പോലെ, അതായത് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേകമായ രീതിയിലാണ് നിങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്.
നിങ്ങൾ സ്വയമായിട്ട് ഗാർഡ് ചെയ്യുന്നു. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ ആരും തൊട്ടിലേക്ക് നിങ്ങൾ സമ്മതിക്കുന്നില്ല. എല്ലാത്തിനെക്കുറിച്ചും ദീർഘവീക്ഷണമുള്ള രീതിയിലാണ് നിങ്ങൾ എല്ലാത്തിനെയും നോക്കിക്കാണുന്നത്. ആൾക്കാരുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടേതായിട്ടൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ട്. എന്തിനെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് സ്വന്തമായ അഭിപ്രായമുണ്ട്. നിങ്ങൾക്കെപ്പോഴും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ആൾക്കാരുടെ മുന്നിൽ എപ്പോഴും നന്നായിരിക്കാനാണ് താല്പര്യം. പക്ഷെ ആരും നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീമിൽ തൊട്ട് കളിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ സംരക്ഷിക്കാനുള്ള ആ ഒരു നിങ്ങളുടെ ഫീലിങ്സ് ആരും ഹേർട്ട് ചെയ്യരുത് എന്നുള്ള വിചാരം കൊണ്ട് നിങ്ങൾ ചില പ്രശ്നങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാച്ചുറലി നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആരും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് എസ്റ്റീമൊന്നും തൊട്ട് കളിക്കരുതെന്നാണെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ആ ഒരു തത്രപ്പാടിൽ പലപ്പോഴും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റും നിങ്ങൾക്ക് മാറ്റിവെക്കുന്ന സിറ്റുവേഷൻസും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് സംശയം വരുന്നത്, ഈ വ്യക്തികൾക്കാണ് ശരിക്കും സ്നേഹമുണ്ടോ? നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ സന്തോഷത്തിലും നമുക്ക് കുറച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. സ്വന്തം സന്തോഷവും നമ്മൾ കണ്ടെത്തണം. സോൾ മെസ്സേജ് പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ സ്വന്തം സോളിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഒരു ജന്മോദ്ദേശം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു മെഡിറ്റേഷൻ വഴിയോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെയോ നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വഴി, ആ വഴിയിലൂടെ നിങ്ങളുടെ സ്വന്തം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മീയമായ ഒരു ഗ്രോത്തും കൂടെ നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് സോൾ മെസ്സേജ്. ഈ തേർഡ് പൈലിൻ്റെ റീഡിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ എന്ത് സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇഷ്ടം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വളരെ ലോയലാണ്, ഡെഡിക്കേറ്റഡ് ആണ്. നിങ്ങളുടെ വ്യക്തിയെ എപ്പോഴും നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്ത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും ഒരുപാട് ആലോചിച്ചിട്ട് നിങ്ങൾ ചെയ്യൂ. പെട്ടെന്ന് ഇങ്ങനെ എടുത്തു ചാടുന്ന ഒരാളേ അല്ല. കാമായിട്ട് നിങ്ങൾ കേട്ട് എല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുന്ന, പെർഫെക്റ്റ് ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ വെച്ചൊരു ഗാർഡിയനെ പോലെയാണ് നിങ്ങളുടെ വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. എപ്പോഴും നിങ്ങളുണ്ട്, അങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നേച്ചറാണ് അവർക്ക് നിങ്ങളിലൊരു അടുപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതും ഒരു വഴിക്ക് ചിലപ്പോൾ കാരണമായിരിക്കാം നിങ്ങൾ തമ്മിലൊരു വഴക്കടിക്കാനോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിന്ന് വരാം. അത് ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, സ്നേഹം കൂടുതൽ ഉള്ളിടത്തും വഴക്കുകളും ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ചില വഴക്കുകളായിരിക്കും. പിന്നെ ഓവർ പ്രൊട്ടക്റ്റീവ് ആയാലും ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മളതും ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ സോൾ മെസ്സേജ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ വിഷമിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ആലോചിച്ച് സമയം വേസ്റ്റ് ആക്കരുത്. എത്ര വിഷമിച്ചാലും എത്ര സങ്കടപ്പെട്ടാലും കാര്യങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നില്ല. എന്തെങ്കിലും നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ തുറന്ന് സംസാരിച്ചിട്ട് പരിശ്രമിക്കണം ആ ഒരു ഇഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ടും അങ്ങനെ മാറുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത വഴി ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്, നമ്മൾ മൂവ് ഓൺ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ സ്വഭാവം എപ്പോഴും ഓവർ പ്രൊട്ടക്റ്റീവ് ആയാലും ഓവറായിട്ട് ലോയൽ, ഡെഡിക്കേഷൻ എല്ലാം കുറച്ച് ഓവറായാൽ നമ്മളൊക്കെ പറയുമല്ലോ, അമൃതും അധികമായാൽ വിഷമാവുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആ വ്യക്തിക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നന്മ വരണം എന്നാണെങ്കിലും ഓവറായിട്ട് എന്ത് ചെയ്താലും ആർക്കും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണമെന്നാണ് ഇന്നത്തെ റീഡിങ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ 3 റീഡിങ്ങും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.